ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് വീണ്ടും ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തല്ലോ. അതിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വാസത്താലാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത്, അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നതുകൊണ്ട്, കണ്ടിട്ടല്ല, വിശ്വാസത്താൽ കണ്ടതുപോലെ ഉറച്ചു നിന്നതുകൊണ്ട് രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നതെന്നാണ്. അപ്പം നമ്മുടെയും ക്രിസ്തീയത്തിൽ നമ്മൾ ദൈവിക വിളി കേട്ടാ ഇറങ്ങി പുറപ്പെടുന്നത്. റോമാലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അപ്പോസ്തലൻ പത്രോസ് 2-ാം ലേഖനത്തിൽ, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇപ്പം എങ്ങനെയാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കുന്നത്? അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുക, നമ്മുടെ ഒരു ചുമതലയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാനായിട്ട് കഴിയുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഇപ്പോൾ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ 13 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അപ്പോൾ നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം നമ്മളെങ്ങനെ നമ്മുടെ വിളി ഉറപ്പാക്കുന്നത്? അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും ആകുവീൻ, വിശുദ്ധരായിരിപ്പീൻ. അപ്പം നമുക്ക് നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ പറയുമ്പം നമ്മൾ വേറെ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴാ കർത്താവിൽ വെളിച്ചമാണ്. നമ്മൾ ഇരുളായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ച്. ഇരുളായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ നമ്മൾ പല വചനങ്ങളും അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഉപരിതലത്തിലൂടെ കടന്നു പോകും. നമ്മുടെ ഹൃദയങ്ങളിൽ അതിനൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ദൈവനെ ഇരുട്ടെന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? പാപത്തെയാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ പാപികളായിരുന്നു. നമ്മൾ പാപികളായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിളിച്ചത്. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകാൻ വേണ്ടിയാണ് വിളിച്ചത്. ആ ഒരു പ്രക്രിയ ദൈവം തുടങ്ങുന്നത് ആത്മാവിലുള്ള ഒരു വീണ്ടും ജനനത്തിലൂടെയാണ്. നമ്മൾ മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നിടത്തിൽ നിന്ന്, ഇരുളായിരുന്നിടത്തിൽ നിന്ന്, എഫെസ്യരിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പിച്ച ദൈവം നമ്മുടെ ആത്മാവിൽ നമ്മളെ വെളിച്ചമുള്ളവരാക്കി തീർക്കുന്നു. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു പാപിയാണെന്നും യേശുക്രിസ്തുവിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ക്രൂശിൽ മരിച്ചതെന്നും, എന്തിനു വേണ്ടിയിട്ടാണ്? പത്രോസ് പുസ്തകത്തിനെക്കുറിച്ച് പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിക്കണം. മരിച്ചാൽ മാത്രം മതിയോ? നീതിക്ക് ജീവിക്കണം. അതിനുവേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച്. അപ്പം അതിനുവേണ്ടി ദൈവം ചെയ്തൊരു പ്രവൃത്തി, ആത്മാവിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും ജനിക്കുമ്പം എന്താ സംഭവിക്കുന്നത്?
ഒരു വീണ്ടും ജനിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? അവൻ പാപത്തോട് വിട പറയുന്നു, ഇല്ലേ? നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കാം നമുക്ക്. നമ്മൾ ഏതൊക്കെ പാപത്തോട് വിട പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, നമ്മൾ ദൈവത്തെ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്ന മോഹം എന്താ? സകലവിധ മോഹത്തിനും അടിമകളായിരുന്നു. ദൈവേഷ്ടത്തിന് നേരെ വിരുദ്ധമായിരുന്നു നമ്മുടെ യാത്ര. അവിടുന്ന് ദൈവം നമ്മളെ കണ്ടുമുട്ടി വിളിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? ദൈവേഷ്ടത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കാനായിട്ടാണ്. അതിനുവേണ്ടി ദൈവം ചെയ്യുന്നൊരു പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ആത്മാവിൽ വീണ്ടും ജനിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുന്നു. ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചു. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയില്ല. പാപത്തിൻ്റെ ശിക്ഷ എന്താ? പാപത്തിൻ്റെ ശമ്പളം മരണം. യേശുക്രിസ്തു ചെയ്തൊരു കാര്യം, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ ഏറ്റു. നമ്മളെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വതന്ത്രരാക്കി, ഇല്ലേ? ഇപ്പം പാപത്തിൻ്റെ ശമ്പളമായല്ലേ പാപത്തിൻ്റെ ശിക്ഷയെ മരണത്തിൽ നിന്ന് ആശരികമായിട്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇപ്പം പലപ്പോഴും ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോകുന്നവർ ചില കുറ്റകൃത്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ അവരെ അവിടെ പിടിച്ച് ജയിലടയ്ക്കാറുണ്ട്. അവിടെ സാധാരണഗതിയിൽ കിട്ടുന്നത് മരണശിക്ഷയാണ്. അങ്ങനെ മരണശിക്ഷയിലായിരിക്കുന്ന ഇന്നാൾ നമ്മൾ വായിച്ചിരുന്നു, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ യൂസഫ് അലി എന്ന് പറയുന്ന വ്യവസായി ബ്ലഡ് മണി കൊടുത്ത് രക്ഷിച്ച് കേരളത്തിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. അയാളുടെ ജീവിതകാലം മുഴുവൻ ഈ യൂസഫ് അലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ എന്താ ഉണ്ടാകുന്നത്? പറഞ്ഞറിയിക്കാനാവാത്തൊരു നന്ദിയും കടപ്പാടും. അതുപോലെ ആ മരണശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിലെ സന്തോഷം എന്താ, അല്ലേ? അവൻ തൻ്റെ മാതാപിതാക്കളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കും മരണത്തോടെ അടുക്കുമ്പോൾ. പെട്ടെന്നൊരു ദിവസം അവനെ സ്വതന്ത്രനാക്കി കഴിയുമ്പം, ഇല്ലേ, പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷത്താൽ അയാൾ നിറയപ്പെടും. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതൊരു യാഥാർത്ഥ്യമാണ്. പാപത്തിൻ്റെ ആ ഘോരതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ വീണ്ടെടുപ്പിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ച് പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണത്തിൽ നിന്ന്, മരണഭീതിയിൽ നമ്മൾ എന്നേക്കുമായി വിടുവിച്ച്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ മരണഭീതിയിൽ നിന്ന് വിടുവിച്ച്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. പിന്നെ നമ്മൾ വിളിയോടുള്ള ബന്ധത്തിൽ പറയുമ്പം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുക. ഏതിനായിട്ടാണ്? 19-ാം വാക്യം മുതലാണ് അത് തുടങ്ങുന്നത്. 2:19. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊണ്ടാൽ കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മളാ വിളി ഉറപ്പാക്കുന്നത് എങ്ങനെ? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്ന വഴിയാണ് ആ വിളി നമ്മൾ ഉറപ്പാക്കുന്നത്. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്, ഇല്ല? അവൻ്റെ താഴോട്ടത് പറയുന്നുണ്ട്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം പരിമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അപ്പം നമ്മൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്ന പ്രക്രിയയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്ത ആൾ നമ്മളെ തിരിച്ചു ഉപദ്രവിക്കുന്നു, സ്വാഭാവികമായിട്ടും നമ്മളിലുണ്ടാകുന്ന പ്രതികരണം എന്താ? മാനുഷിക രീതിയിൽ നമ്മളുണ്ടാകുന്ന പ്രതികരണം, നമ്മൾ പറയും, ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തുകൊണ്ട് മേലാൽ ഞാൻ ഇനി അവനൊരു ഉപകാരവും ചെയ്യത്തില്ല. അവിടെ നമ്മൾ വിളിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിളിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ഇനിയും ഒരവസരം കിട്ടിയാൽ ഞാൻ അവന് നന്മ ചെയ്യും. അതാണ് നമ്മുടെ വിളി. പക്ഷെ നമ്മളങ്ങനെ ആണോ? നമ്മുടെ മനസ്സിന് ആ പുതുക്കൽ ലഭിച്ചിട്ടുണ്ടോ?
അത് നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുകയാണ്, ഇനി മേലാൽ ഒരു നന്മയും ഞാൻ ചെയ്യത്തില്ല. ഞാൻ നന്മ ചെയ്തിട്ടല്ല എനിക്ക് എന്തേ കിട്ടിയിട്ടുള്ളൂ, ഇങ്ങോട്ട് തിന്മ. നമ്മുടെ വിളി അത് തന്നെയാണ്, നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ വിളി ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ട് തിന്മ ലഭിക്കുമ്പോഴും വീണ്ടും നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിളിയെ ഉറപ്പാക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് പുതുക്കം വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ പോലെ നമ്മൾ ചെയ്യും. അന്നെങ്ങനെ ഉണ്ടായിരുന്നേ? അങ്ങോട്ട് നന്മ ചെയ്തിട്ട് ഇങ്ങോട്ട് തിന്മയാണ് കിട്ടുന്നെങ്കിൽ ഇനി മേലാൽ ഒരു നന്മയും ഞാൻ അവനെ ചെയ്യത്തില്ല. നമ്മളോട് ആ മോഹങ്ങളെ മാതൃകയാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വിളിച്ച വിശുദ്ധനെത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ, അതിൻ്റെ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. തുടർന്ന് താഴോട്ട് പറയുന്നൊരു കാര്യം, ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ്? നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മുടെ തിരഞ്ഞെടുപ്പിന് നോക്കാനാണ് പറയുന്നത്. മുകളിൽ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ദൈവം എങ്ങുള്ളതിനെയാണ് തിരഞ്ഞെടുത്തത്? ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നത് 27-ാം വാക്യത്തിൽ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അപ്പം നമ്മളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിലാണ്. അപ്പം നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇങ്ങനാണോ അതോ അതിന് വിരുദ്ധമായൊരു അഭിപ്രായമാണോ ഉള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുലഹീനനാണ്, നികൃഷ്ടനാണ്, ഏതുമില്ലാത്തവനാണ് എന്നാണ് നമ്മുടെ ചിന്ത. അതോ ഞാൻ കുലമഹിമയുള്ളവൻ, എന്തോ ഉന്നത സ്വഭാവമുള്ളവൻ, എന്തൊക്കെ ആയവനെന്നുള്ള ചിന്തയാണോ ഉള്ളത്? അപ്പം നമ്മുടെ വിളിയെ തിരഞ്ഞെടുപ്പിന് ഉറപ്പാക്കാനുള്ള യാത്രയിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കണം? ഞാൻ ഏതുമില്ലാത്തത്. ഇപ്പം കർത്താവ് വന്നപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയായി കൊടുക്കാനായിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ മനോഭാവം എന്താ? നമ്മൾ ശുശ്രൂഷ സ്വീകരിക്കുന്നവരായിട്ടിരിക്കുന്നോ ശുശ്രൂഷിക്കുന്നവരായിട്ടിരിക്കുന്നോ? നമ്മുടെ മനോഭാവം എന്താ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പം നമുക്കൊരു നല്ല സ്വീകരണം കിട്ടിയില്ല, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമുക്കറിയാം, ഇപ്പം ലോകപ്രകാരം ചിന്തിച്ച് നോക്കിക്കേ, ഒരു ഉന്നത നേതാവ് വരുന്നു, പുള്ളിക്ക് വേണ്ട പോലെ ഒരു സ്വീകരണം അംഗീകാരമൊന്നും കിട്ടിയില്ല, പുള്ളി എന്തു ചെയ്യും? പുള്ളി പിണങ്ങി നിന്നെയൊക്കെ ഞാൻ കണ്ടോളാമെന്നും പറഞ്ഞങ്ങ് പോകും. നമ്മളും അങ്ങനെ തന്നെയാണോ? അതോ നമുക്കൊരു സ്വീകരണം കിട്ടിയില്ലേലും നമുക്ക് ശുശ്രൂഷിപ്പാനുള്ള മനസ്സുള്ളവരായിട്ടാണ് ആയിരിക്കുന്നത്? ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു പ്രക്രിയ, നമ്മളെ പുതുക്കുന്ന ഒരു പ്രക്രിയ, നമ്മുടെ ചിന്താമണ്ഡലത്തെ, മനോഭാവങ്ങളെ പുതുക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുമ്പം, നമുക്ക് ഒരു സ്വീകരണം കിട്ടിയില്ലേൽ നമുക്ക് ഈ ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കും. പക്ഷേ ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ മുറിപ്പെടും, അസ്വസ്ഥരാകും. നമ്മൾ ചിന്തിക്കുന്ന, എനിക്ക് ലഭിക്കേണ്ട ബഹുമാനം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത് എന്തിനെയാണ്? ഏതുമില്ലാത്തതിന് പിന്നെ എന്താ കിട്ടാൻ പോകുന്നത്? ഇല്ലേ? ഇപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. ഭൗമിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ തൻ്റെ മനോഭാവം ഇതെല്ലാം വെറും ചവറാണ്. സാധാരണ നമ്മുടെ സൗകര്യമാരൊക്കെ രാവിലെ ചെയ്യാറുള്ള പരിപാടി എന്താ? പരിക്കകത്തും മുറ്റത്തുള്ളതെല്ലാം അടിച്ചു വാരി കൊണ്ട് കത്തിച്ച് കളയും. ഒന്നിനും കൊള്ളാത്തതാണ് അത് നമ്മൾ കത്തിച്ച് അതില്ലാതാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ലോകത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു, എണ്ണിയിരിക്കുന്നു, ഇപ്പോഴും ഞാനതങ്ങനെ തന്നെ എണ്ണുന്നു. അതെന്തൊക്കെയാണ്? ലോകത്തിൻ്റെ അംഗീകാരം, പ്രശംസ, ലോകത്തിൻ്റെ ധനം, ലോകത്തിൻ്റെ മാനം, ഇതെല്ലാം വെറും ചവറാന്നാണ് പറയുന്നത്. നമുക്ക് ആശ്ചര്യമായിട്ട് ചിന്തിച്ച് നോക്കാം. നമ്മുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? പ്രാഥമികമായിട്ട് ഭാര്യയിൽ നിന്ന് ബഹുമാനം അല്ലേ?
ആ ബഹുമാനം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ശരിക്കും ആ ബഹുമാനം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ചവറാത്. പക്ഷെ നമ്മളെന്നിട്ട് നമ്മൾ ആ ചവറിനെ ആഗ്രഹിക്കുന്നത്. ഇപ്പം അർഹിക്കുന്നൊരു ബഹുമാനം കിട്ടിയില്ലെന്നൊരു ഭർത്താവിന് തോന്നുമ്പം ഭർത്താവിൻ്റെ മനസ്സിലുയരുന്ന ചിന്തകൾ എന്താ? ഞാൻ അവളെ കാണിച്ചു കൊടുക്കാം, അല്ലേ? ഇല്ലേ? നമ്മുടെ ചിന്ത എങ്ങനെയാണ് വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കാരണം? നമ്മൾ ജ്ഞാനകാലത്തും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. പക്ഷേ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി നമ്മുടെ മനസ്സിന് രൂപാന്തരം വരുമ്പം നമുക്കുണ്ടാകുന്ന ചിന്ത എന്താ? ഇപ്പം നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് പത്രോസിന് കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നീ എന്നെ തള്ളിപ്പറയും. എന്തായിരുന്നു പത്രോസ് അപ്പോസ്തലൻ്റെ പ്രതികരണം? ഞാൻ നിന്നോടുകൂടെ മരിക്കാനും തയ്യാറാണ്, ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കും, ഇവരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. അവസാനം എന്താ സംഭവിച്ചേ? ആരുടെയൊക്കെ മുമ്പിലാണ് തള്ളിപ്പറഞ്ഞേ? ഒരു വേലക്കാരത്തിൻ്റെ മുമ്പിൽ, ഒരു ബാലൻ്റെ മുമ്പിലൊക്കെ കർത്താവിനെ തള്ളിപ്പറയുന്നു. കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. കോഴി കൂകി കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. കർത്താവ് പത്രോസിനെ നോക്കുമ്പോൾ ഏത് മനോഭാവത്തോടെയാണ് നോക്കിയേ? നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ള മനോഭാവത്തോടെ അല്ല. പിന്നെന്താ? കരുണയുടെ നോട്ടമായിരുന്നു, കരുണയോടെ. അതിൻ്റെ പ്രതികരണം, പത്രോസിലുളവാക്കിയ പ്രതികരണം എന്തായിരുന്നു? അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടി കരഞ്ഞു. പലപ്പോഴും നമ്മളങ്ങനല്ല പ്രതികരിക്കുന്നത്. അങ്ങനെയാണോ പ്രതികരിക്കുന്നത്? അല്ലേ? നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോയിട്ട് ആ മുന്നറിയിപ്പിനെ അവഗണിച്ച് പോയി ഒരു കുഴിയിൽ ചാടി കഴിയുമ്പം നമ്മളെന്താ പറയുന്നത്? അനുഭവിച്ചോളാൻ പറയും, അല്ലേ? ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതാണ്, ഞാൻ അന്നേരം പറഞ്ഞതാണ്, ഇനി അങ്ങ് അനുഭവിച്ചോ, ഇല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രതികരിക്കുക? ശരിക്കും നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവ് പ്രതികരിച്ച പോലെയാണ്, തിരിഞ്ഞ് കരുണയോടെയാണ് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനല്ല നോക്കുന്നത്. നമ്മൾ കുറ്റപ്പെടുത്തുന്ന, ഇനി നിന്നെക്കൊണ്ടൊരു പ്രത്യാശയ്ക്കും വകയില്ല എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ നോക്കുക. അതിൻ്റെ കാരണം നമ്മൾ ആന്തരികമായിട്ട് പുതുക്കം വരുന്നില്ല. റമലേഖനം നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിക്കുന്നൊരു വചനമാണ്. എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മുടെ മനസ്സിന് പുതുക്കം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ ശപിക്കും. നമ്മൾ ചോദിക്കുകയില്ല. എന്നിട്ട് ഇപ്പം നമുക്കിട്ട് ഒരാളടിച്ചു, സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? തിരിച്ചടിക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കും, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതാണ് ലോകത്തിൻ്റെ ഗതി. പക്ഷെ നമ്മുടെ മനസ്സിന് പുതുക്കം വന്നു കഴിഞ്ഞാലോ നമ്മൾ അടിമേടിച്ചിട്ട് അനുഗ്രഹിക്കും. അങ്ങനെ ചെയ്യണേ എന്ത് സംഭവിക്കണം? നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരണം. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദീർഘവർഷങ്ങൾക്ക് ശേഷവും ദൈവത്തിൻ്റെ പുതുക്കം ഈ മനോഭാവത്തിൽ വരുത്താനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പ്രതികരണം പണ്ടും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ, കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള പ്രതികരണവും കണ്ടുമുട്ടി കാലങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ പ്രതികരണവും സെയിമാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നമ്മുടെ ജ്ഞാനകാലത്തുണ്ടായിരുന്ന അതേ രീതിയിലാണ് നമ്മളിപ്പോഴും പ്രതികരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താ? അങ്ങനെ ചെയ്യരുന്ന പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിഷയത്തിനൊത്തവണ്ണം എല്ലാ നടപ്പിലും, ആ നടപ്പെന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സംസാരം, ഇടപെടലുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇതിലെല്ലാം നമ്മൾ വിശുദ്ധരായിരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവിക കാഴ്ചപ്പാടുള്ളവരായിരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പം പലപ്പോഴും നമ്മൾ ആ ഒരു തലത്തിലേക്ക് പുതുക്കപ്പെടാനായിട്ട് ഏൽപ്പിക്കപ്പെടുന്നില്ല. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, പണ്ടൊക്കെ, ഇന്ന് വളരെ കുറവാണ് അല്ലേ, നമ്മുടെ ഈ എരുമയൊക്കെ വളർത്തുന്ന കാലഘട്ടത്തിൽ ഒരു എരുമയുടെ കുഞ്ഞു പോലും രക്ഷപ്പെടാറില്ലായിരുന്നു പണ്ടൊക്കെ, എല്ലാം ചത്തുപോകും. കാരണം എന്താ? ഇനി വിര പിടിച്ചിട്ട് ഇതെല്ലാം ചത്തുപോകും. അന്ന് നമുക്ക് ആവശ്യമായ വിരമരുന്നുകളൊന്നും ലഭ്യമല്ലായിരുന്നു. അതുപോലെ നമ്മൾ പറയാറുണ്ടല്ലോ, പിത്തശൂല പിടിച്ച പിള്ളേരെന്ന് പറയാറുണ്ടായിരുന്നു. വലിയൊരു വയറും വലിയൊരു തലയും കൈയും കാലും എല്ലാം മെലിഞ്ഞ് അവശനില. കാരണം എന്താ? ഈ പ്രശ്നമാണ്. അതുങ്ങൾ ഒത്തിരി ഭക്ഷണം കഴിക്കും, പക്ഷെ വയറ് മാത്രമേ വളരത്തുള്ളൂ. ശരീരത്തിന് മറ്റവയവങ്ങളൊന്നും വളരത്തില്ല, തലയും വലുതായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളും പലപ്പോഴും ആത്മീയമായിട്ട് ഇങ്ങനെ പിത്തശൂല പിടിച്ചൊരു ശിശുവിൻ്റെ ലെവലിലാണ്. നമ്മുടെ തല വല്ലാണ്ട് വളരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒത്തിരി അറിവ് നമുക്കുണ്ട്, പക്ഷെ നമ്മുടെ സ്വഭാവത്തിലൊരു വ്യത്യാസവും വരുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവജനം നമ്മുടെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലാണ് വ്യത്യാസം വരുന്നത്. നമ്മുടെ ആത്മീയ കാലുകളും കൈകളൊക്കെ നല്ല മസിലുള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്താ? നമ്മൾ പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് കയ്പുള്ളവരാകും, പെട്ടെന്ന് പ്രതികാരം ചെയ്യും, ശാഠ്യം പിടിക്കും, നമ്മളെ തന്നെ താഴ്ത്തത്തില്ല, ഉന്നത ചിന്തകളുള്ളവരായിരിക്കും. ഇതൊക്കെയാണ് ആത്മീയമായിട്ടുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പം നമ്മൾ ആത്മീയമായിട്ട് ശക്തിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പെട്ടെന്ന് താഴാൻ തുടങ്ങും, തിരിച്ചടിക്കത്തില്ല. ഇപ്പം കുടുംബജീവിതത്തിലാണേൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയും. ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കും. പണ്ടും അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യനല്ല ശക്തിപ്പെടുന്നത്, പിന്നെന്താ? ആരാ? പുറത്തെ മനുഷ്യനാണ് ഇപ്പോഴും ശക്തനായിട്ടിരിക്കുന്നത്, പുറമേയുള്ളവൻ. ശരിക്കും സംഭവിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയും പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെട്ടെന്ന് ഞാൻ തിരിച്ചടിക്കുമായിരുന്നു, കൈകൊണ്ടല്ല വാക്കുകൊണ്ടാണെന്ന് വിചാരിക്കുക. നമുക്ക് പുതുക്കം വരുന്ന നമ്മൾ എന്തു ചെയ്യും? തിരിച്ചടി സാവകാശം പെട്ടെന്ന് നിൽക്കുകയല്ലോ ഒരു ദിവസം കൊണ്ട്. പിന്നെ എന്തു ചെയ്യും? സമയമെടുക്കാൻ തുടങ്ങും. കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ മറുപടി പറയാമായിരുന്നു. നമ്മൾ കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നിട്ടാണ് പിന്നെ മറുപടി പറയുന്നത്. ഈ ആന്തരിക വളർച്ച സംഭവിക്കും തോറും നമുക്ക് വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് മുന്നോട്ട് പോകുമ്പം എന്നൊക്കെ പറഞ്ഞാലും തിരിച്ച് മറുപടിയൊന്നും പറയത്തില്ല, നിശബ്ദനായിരിക്കും. അത് കാണിക്കുന്നൊരു കാര്യം, നമ്മളെ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടാൻ തുടങ്ങും, വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ അകത്തെ മനുഷ്യൻ ഏതിലാണ് വളരുന്നത്? സ്നേഹത്തിലാണ്. സ്നേഹത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടുതൽ ക്ഷമിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, ചീർക്കുന്നില്ല. ചീർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കൊലോസ്യലേഖനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, തൻ്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല, അറിവിലിങ്ങനെ ചീർത്തോണ്ടേയിരിക്കും. കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യാശയുണ്ട്, അറിവ് ചീർപ്പിക്കുന്നു. അനുസരണം എന്തു ചെയ്യും? അറിവ് ചീർപ്പിക്കും, അനുസരണം ആത്മീയവർദ്ധന വരുത്തും. നമുക്കറിയാം, പരീശന്മാരെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി അറിവുള്ളവരായിരുന്നു. അവർ കർത്താവുമായിട്ട് അടുത്ത് ഇടപഴകും തോറും അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവരങ്ങ് കോപം കൊണ്ട് നിറഞ്ഞവരായി തീരുക. എന്നിട്ട് നമ്മൾ ആ ഭാഗങ്ങളെല്ലാം വായിക്കുന്നത് അവനെ എങ്ങനെ ഒടുക്കി കളയാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു, എങ്ങനെ ഇവനെ തീർത്ത് കളയാം. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ മനോഭാവങ്ങളുണ്ടോ? നമുക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിലൂടെ കടന്നു ചില ആളുകളെ കാണുമ്പം അവനെ ഒടുക്കിക്കളയുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നവരാണോ, അതോ ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നവരാണോ നമ്മൾ? അത് ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ആയിരിക്കും, ഭാര്യയോടുള്ള ബന്ധത്തിലായിരിക്കും, ഭർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കും, മാതാപിതാക്കളോടും മക്കളോടുള്ള ബന്ധത്തിലായിരിക്കും, ഇല്ല സഭയിലുള്ള സഹോദരന്മാരോടുള്ള ബന്ധത്തിലായിരിക്കും, അല്ലേ? ഇപ്പം നമ്മളവിടെ വളരെ അംഗീകാരമൊക്കെ ഉള്ള ഒരാളായിരിക്കും. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് വേറൊരു സഹോദരൻ, അല്ല ഇന്ന് നമ്മൾ കണ്ടപോലെ റികേഷ് ബ്രദർ വന്ന് ലീഡിങ്ങൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ വന്ന ചിന്ത എന്താ? നമ്മൾ സന്തോഷിക്കുകയായിരുന്നോ, അതോ യോസേപ്പിനോട് തോന്നിയ പോലെ ഒരസൂയയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത്? ഹമ്പട നമ്മളെല്ലാം ജഡത്തിൽ വസിക്കുന്നവരാ, നമ്മളാണ് അതിൽ നിന്ന് അന്യരൊന്നുമല്ല. ഇതെല്ലാം ദൈവം അനുവദിക്കുന്നത് എന്തിനാ? നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലുള്ളത് നിന്നെ കാണിക്കാനാ. ദൈവത്തിനറിയാം എന്താ ഉള്ളതെന്ന്, നമ്മളെ കാണിക്കാനാ. നമ്മൾ അന്നേരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തയൊന്ന് ശോധന ചെയ്ത് നോക്കിക്കേ, നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ദൈവകൃപയിലും ആന്തരിക മനുഷ്യൻ വളരുന്ന പ്രക്രിയയിലും ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചിന്ത, കർത്താവേ സ്തോത്രം, നന്ദി, ഒരു പുതിയ സഹോദരനെ നീ ആ തലത്തിലേക്ക് എഴുന്നേൽപ്പിച്ചല്ലോ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എപ്പോഴും ഈ ദൈവിക വഴിയിൽ നമ്മൾ നടക്കുമ്പം നമ്മുടെ ചിന്തകൾ നമ്മളെക്കുറിച്ച് തന്നെ ഏറ്റവും താഴ്ന്ന ചിന്തയായിരിക്കും. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്
വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആ പാപികളിൽ ഞാനൊന്നാമൻ. നമ്മൾ സത്യത്തിലാണ് നമുക്കിത് കാണാനായിട്ട് കഴിയും. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്ന് കാണാനായിട്ട്. അല്ലേ, യോസേഫ് തൻ്റെ സ്വപ്നം വിശദീകരിച്ച ഉടനെ സഹോദരന്മാരുടെയൊക്കെ ഉള്ളിൽ എന്താ വന്നേ? അസൂയ. അല്ലേ, ആ കൂട്ടത്തിൽ അവൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. ഇല്ലേ, എല്ലാവരും ഉണ്ട്. തണ്ടും അല്ലെ വലിപ്പവും അറിവും ജ്ഞാനവും ഒക്കെ ഉള്ളവർ നിൽക്കേ ദേ ഈ ഇളയ പയ്യൻ എഴുന്നേറ്റിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അവർ പറയുന്നുണ്ട്, ദേ സ്വപ്നക്കാരൻ വരുന്നു, നമ്മളവനെ കൊന്ന് കളക. ഇപ്പം ആശരികമായിട്ട് നമ്മൾ കൊല്ലാനൊക്കെ ധൈര്യപ്പെടാറില്ല. ആ കാലഘട്ടം അങ്ങനത്തെ ആയിരുന്നു. കാരണം എന്താ? അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്താകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു സഹോദരനോട് പറയും, കണ്ടില്ലേ, ഇല്ലേ, നമ്മുടെ ചിന്തകളിൽ എന്താ വന്നേ? നമ്മുടെ മുഖം വാടുന്നു, ഹൃദയത്തിലാകപ്പാടെ അസ്വസ്ഥത തോന്നുന്നു. എന്താ അതിൻ്റെ കാരണം? ശരിക്കും ഒരു ദൈവിക തലത്തിലേക്കുള്ള വളർച്ച നമ്മുടെ ഉള്ളിൽ, അല്ലെ ദൈവികമായൊരു വളർച്ച സംഭവിക്കുന്നില്ല. ദൈവിക വളർച്ച സംഭവിക്കുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഒരു മാനുഷ്യ രീതിയിൽ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിട്ട് വളർന്നു വരികയും ഉത്തരവാദിത്തോടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു പിതാവ് എന്താ ചെയ്യുക? ഭയങ്കര സന്തോഷമായിരിക്കും, ഇല്ലേ? എന്താ ചിന്തിക്കുന്നത്? ആ, എൻ്റെ മോനിങ്ങനെ ഉത്തരവാദിത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ, എനിക്കിനി ഒത്തിരി ഭാരം കുറവുണ്ടല്ലോ. നമ്മൾ ആ മക്കളെ ഇടിച്ച് താഴ്ത്താനാണോ ശ്രമിക്കുക? പണിയാനാണോ ശ്രമിക്കുക? നമ്മൾ ഉത്സാഹിപ്പിക്കും, കൂടുതൽ അവസരങ്ങൾ കൊടുത്തവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. എന്താ അതിൻ്റെ കാരണം? നമുക്കറിയാം, ഭൗമികമായിട്ട് നമ്മളെല്ലാം ഇല്ലേ, പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ അറിയാം, സാവകാശം നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണേ പിള്ളേരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അവർ മുന്നോട്ട് വരുന്ന കാണുമ്പോൾ സന്തോഷിക്കുക ചെയ്യുന്നത്. പക്ഷെ ആത്മീയ തലത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആകുന്നില്ല. അങ്ങനെ മുന്നോട്ട് വരുന്ന കാണുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് തോന്നും? അസൂയ തോന്നും, ഹൃദയത്തിലൊരു അസ്വസ്ഥത തോന്നും. അത് കാണിക്കുന്നത് ഒരു ദൈവികമായൊരു പുതുക്കം നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ല. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനായിട്ട് നമ്മൾ അധികം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിതിലൊക്കെ സന്തോഷവന്മാരാണ്, ഇല്ലേ? നമ്മളെന്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു ചിന്തയാണ്, മരുഭൂമിയിലായിരിക്കുന്ന ഇസ്രയേല്യർ ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാനിലൊക്കെ യാത്രയിലായിരിക്കുന്ന ഒരു ശരാശരി യഹൂദനെ വിളിച്ചിട്ട് നമ്മൾ അവനോട് ചോദിക്കും, നിൻ്റെ സാക്ഷ്യം എന്ന് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ സാക്ഷ്യം? അവർ പറയും, ഞങ്ങളിങ്ങനെ മിസ്രൈമിലെ അടിമകളായിരുന്നു, അവിടെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു, ദൈവം ഞങ്ങളുടെ കണ്ണീരും നിലവിളിയൊക്കെ കണ്ടിട്ട് മോശയെ അയച്ചു, ഞങ്ങളെ അവിടെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ബലമുള്ള കൈകൊണ്ട് വിടുവിച്ചു. അങ്ങനെ ഞങ്ങൾ പെസഹയൊക്കെ ആചരിച്ച് രാത്രിയിൽ അവിടുന്ന് പുറപ്പെട്ടു പോന്നു. പുറകെ ഞങ്ങളെ പിടിക്കാൻ ഫറവോനും സൈന്യവും വന്നു. മുമ്പിൽ ചെങ്കടൽ. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ആ സമയത്ത് ദൈവം എന്ത് ചെയ്തു? ചെങ്കടൽ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ ഞങ്ങളെ അക്കരെ കടത്തി. ഞങ്ങളെ പിടിക്കാൻ വന്ന ഫറവോനും സൈന്യവും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈയം പോലെ വെള്ളത്തിൽ താണുപോയി എന്നാ. അതിനെല്ലാം ദൈവം എന്ത് ചെയ്തു? ചെങ്കടലിൽ മുക്കിക്കൊന്നു. അത് കഴിഞ്ഞിട്ട് മരുഭൂമി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. ദൈവം എന്ത് ചെയ്തു? മന്ന ഞങ്ങൾക്ക് തന്നു. ഇറച്ചിയില്ലാതെ ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇഷ്ടം പോലെ നമ്മൾ വായിക്കുന്ന അവരുടെ മൂക്കിൽ കൂടെ ഇറച്ചി പുറത്തു വന്നതാണ് തിന്ന്. വലിയ സാക്ഷിയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഞാനിട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? ഇപ്പോൾ ഒരു 25 കൊല്ലം മരുഭൂമി സഞ്ചരിച്ച് വ്യക്തി, ഞാൻ അന്ന് മിസ്രൈമിൽ നിന്നിട്ട് വസ്ത്രമാണ്, ഇതുവരെ ഇത് പഴകിയിട്ടില്ല. എൻ്റെ കാലിൽ ചെരുപ്പ് കണ്ടോ? അന്ന് അവിടുന്ന് പോന്നപ്പോയിട്ട ചെരുപ്പ്, ഇതുവരെ ഇത് തേഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു രോഗി പോലും ഇല്ലായിരുന്നു. ഇല്ലേ? അവൻ്റെ സാക്ഷ്യത. പക്ഷെ തിരിച്ച് ചോദിക്കുക, ഇത്രയൊക്കെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തല്ലോ, നീ ദൈവത്തോടുള്ള നിൻ്റെ മനോഭാവം എന്താ? പിറുപിറുപ്പ്, മത്സരം, ശാഠ്യം, ഇല്ലേ? ദുർമോഹം. സാക്ഷിയൊക്കെ ഉയർന്ന എന്ന് പറഞ്ഞാൽ നമ്മളും
പലപ്പോഴും ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം കേൾക്കുന്നവർക്ക് വിചാരിക്കും ഇതൊരു ബമ്പം പ്രകടനമാണ് നടത്തുന്നതെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മളൊരു പ്രകാശമാണോ ഇരുളാണോ? കുടുംബത്തിൽ ഒരു പ്രകാശമായിട്ട് നിൽക്കുന്നോ ഇരുളായി നിൽക്കുന്നോ? നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മറ്റ് സ്ഥാനങ്ങളിൽ നമ്മളെ കാണുന്നവർ നമ്മളിൽ നിന്ന് എന്താണ് കാണുന്നത്? ക്രിസ്തുവിൻ്റെ സ്വരൂപമാണോ അതോ ആദാമ്യമായ സ്വരൂപമാണോ കാണുന്നത്? നമ്മൾ അസൂയപ്പെടുന്നവരായിരുന്നു, ഇന്ന് നമുക്ക് അസൂയയില്ല. കയ്പുള്ളവരായിരുന്നു, ഇന്ന് ഞാൻ കയ്പോട്ടിരിക്കുന്നില്ല. പെട്ടെന്ന് പിണങ്ങുന്നവനായിരുന്നു, ഞാനിപ്പം പിണങ്ങുന്നില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ചടിക്കുന്നവനായിരുന്നു, ഇപ്പം ഞാൻ എന്ത് ചെയ്യാറില്ല, തിരിച്ചടിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ അവരുടെ നന്മ ആഗ്രഹിക്കുന്നു. ശരിക്കും സാക്ഷ്യം അതാ. മറ്റേ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ തിരിച്ച് അല്ലേ, നമ്മൾ പാടുമ്പം പാടാറില്ലേ, 1000 നാവൊന്നും പോരെ ഇതെന്ന് പാടാൻ. പക്ഷെ എന്നൊക്കെ പറയുകയും നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോഴത്തേനും നമുക്കൊന്നുമില്ല താൻ. നമ്മൾ പറയുന്ന ദൈവം ചെയ്ത നന്മകൾക്ക് എല്ലാം നന്ദി പറഞ്ഞിടാൻ നാളിത് പോരാ, നാവിത് പോരാ എന്നൊക്കെ നമ്മൾ പാടുന്നത്. പക്ഷെ ചിന്തിച്ച് നോക്കിക്കുക, നമുക്ക് അങ്ങനത്തെ പ്രശ്നം വല്ലതും ഉണ്ട്. 2-3 മിനിറ്റ് കർത്താവിനെ ഓർത്ത് സ്തുതിച്ച് കഴിയുമ്പം പിന്നെ ഒന്നുമില്ല. എന്തേലും ഉണ്ടോ? എന്തേലും ഉണ്ടോ? നമ്മൾ മടുത്തു പോകും. അത് കാണിക്കുന്നത് എന്താ? ആന്തരികമായിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ ധ്യാനിക്കുകയോ അതിന് നന്ദിയുള്ളവരായിരിക്കുകയോ ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ നന്ദി എങ്ങനെയാണ് കാണിക്കേണ്ടേ? നമ്മളെല്ലാം വാക്കുകൊണ്ട് നന്ദി കാണിക്കും, നന്ദി പറയുന്നവരാ. നമ്മുടെ ജീവിതം കൊണ്ടാണ് ദൈവത്തിന് നന്ദി കാണിക്കേണ്ടത്. കർത്താവേ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ നിത്യനരകത്തിൽ അവസാനിക്കേണ്ടി ഞാൻ, എന്നെ നീ നിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തല്ലോ, എന്നെ സ്നേഹിച്ചല്ലോ, ഇന്നു മുതൽ ഞാനും നിന്നെ സ്നേഹിക്കും, ഞാൻ നിൻ്റെ ഇഷ്ടം മാത്രമേ ഇനി ചെയ്യത്തുള്ളൂ. നമ്മൾ പാടുമ്പം പാടാറുണ്ട്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനീ, അങ്ങേ ഇഷ്ടമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. പക്ഷേ നമ്മളത് പാട്ടൊക്കെ പാടി വീട്ടിൽ ചെന്ന് കഴിയുമ്പം നമ്മുടെ ഇഷ്ടമാണോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്? ഇല്ലേ? ഇപ്പം കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യയുടെ മുമ്പിൽ ചെന്ന് പെടുക, അവിടെ ദൈവേഷ്ടം എന്താ? എന്ത് ചെയ്താലും കുറ്റം പറയുന്നൊരു ഭാര്യ. അവിടെ ദൈവേഷ്ടം എന്താ? എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുറമേ അല്ലെങ്കിൽ ഉള്ളിൽ കർത്താവ് ഈ ഭാര്യയ്ക്കായിട്ട് സ്തോത്രം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ചിന്ത വരുമ്പം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റിയല്ലേ? നമ്മൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എപ്പോഴും നന്ദിയുള്ളവരായിരിപ്പീൻ. ഇപ്പം ശരിക്കും ദൈവം പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു ഭാര്യയെ തന്നതിന് ദൈവത്തോട് എന്ത് ചെയ്യണമെന്നാ? നന്ദിയുള്ളവരായിരിക്കണമെന്നാ. അപ്പം അങ്ങനെയുള്ള ഒരു ഭാര്യയോടുകൂടി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഉള്ളിലുള്ള ആദാമ്യമായ അസഹിഷ്ണുതയും വെറുപ്പും കയ്പും പകയും ഇതെല്ലാം തള്ളി വരും നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളതിനോടുള്ള ബന്ധത്തിൽ എന്താ ചെയ്യേണ്ടത്? റോമലേഖനം 8:13 വാക്യം നമ്മൾ വായിക്കുന്നു, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആന്തരിക ജീവൻ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആ തിന്മകൾക്കെതിരായിട്ടുള്ളൊരു നിലപാട് നമ്മൾ ആയിരിക്കണം. നമ്മളെപ്പോഴും മനുഷ്യൻ്റെ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുക. പെട്ടെന്ന് കുറച്ച് സഹോദരന്മാരെ പേടിക്കൊന്നും വേണം, ഞങ്ങൾ സഹായിക്കാം. പെട്ടെന്ന് നമ്മുടെ പ്രതികരണം എന്താ? കൈയൊക്കെ പൊക്കിപ്പിടിച്ച് സ്തോത്രം പറയും. അതേസമയം ഒരു വശത്തു നിന്ന് സഹായം വരുന്നില്ല. 4 പാടുമൊക്കെ നോക്കി സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ കൈവിട്ട സമയത്ത് നമ്മളിന്ന് എന്താ വരുന്നത്? എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് പറഞ്ഞ സത്യത്തിലേക്ക് നമ്മൾ പുതുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്തോത്രം ചെയ്യും. കർത്താവേ, ഈ സാഹചര്യത്തിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നമുക്കറിയാം, യോസേപ്പിൻ്റെ ജീവിതം അറിയാം. ഒരു വലിയ ദർശനമൊക്കെ പ്രാപിച്ചതിന് ശേഷം കടന്നു പോയത് ഇതിലേക്കാണ് പോയത്. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. ആദ്യം ഒരു പൊട്ടക്കണ്ടിലിട്ടു, അവിടുന്ന് കയറ്റി മിസ്രൈമി കച്ചവടക്കാർക്ക് വിറ്റു. മിസ്രൈമിൽ ചെന്നിട്ട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. വിശ്വസനായതിൻ്റെ പേരിൽ, പോത്തിഫേറിൻ്റെ ഭവനത്തിൽ വിശ്വസനായി നിന്നതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടു, ഇല്ലേ? പക്ഷെ അവസാനം അവിടുന്ന് ഒരു ദർശനമൊക്കെ കൂടെയുള്ള തടവുകാർ കണ്ട ദർശനത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു കൊടുത്തു. നിൻ്റെ കാര്യം പോക്കാം, പക്ഷെ നിന്നെ വീണ്ടും രാജാവ് യഥാസ്ഥാനത്ത് ആക്കി വയ്ക്കും. അപ്പം ഒരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് ഓർത്തോണം. ഞാനിവിടെ കിടക്കുന്ന ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണ്.
എന്നെ ഒന്ന് ഓർത്ത്. നമ്മൾ വായിക്കുന്ന പുള്ളി അങ്ങ് മറന്നുപോയി. തിരിച്ച് തൻ്റെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര ആ സന്തോഷത്തിൽ യോസേപ്പിനെ കുറിച്ച് മറന്നുപോയി. അത് ദൈവം തന്നെ മറപ്പിച്ചതായിരുന്നു. കാരണം എന്താ? ദൈവം യോസേപ്പ് കടന്നു പോകേണ്ടിയ ഈ ഞെരുക്കങ്ങളുടെയും കഷ്ടങ്ങളുടെയും വഴിക്കൊരു അവധി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അവധിക്ക് മുമ്പ് അവിടെ നിന്ന് പുറത്തു വന്നാൽ, ഇപ്പോൾ ഒരു 6 മാസമായൊരു കുഞ്ഞ് ജനിച്ചാലുള്ള പ്രക്രിയ എന്താ, പ്രശ്നം എന്താ? അത് രക്ഷപ്പെടാനായിട്ട് വളരെ വിഷമം എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവിക പ്രവൃത്തി പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല യോസേഫിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണത്. ഏതായാലും തക്ക സമയത്ത് യോസേഫിനെ ഓർത്തു. യോസേഫ് മിസ്രൈമിലെ രണ്ടാമനായി തീർന്നു. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? യോസേഫിനെ മുൻകൂട്ടി അയച്ചതിൻ്റെ. നമുക്കറിയാം യോസേഫിനത് മനസ്സിലായി. സഹോദരന്മാരോട് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി മിസ്രൈമിലേക്ക് അയച്ചതാണ്. നമ്മുടെ ഉള്ളിൽ ഈ ഞെരുക്കങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, മത്സരിക്കുന്ന ഭാര്യ, ഒരു മയവുമില്ലാത്ത ഭർത്താവ്, തലതിരിഞ്ഞ കുഞ്ഞുങ്ങൾ, ഇല്ലേ, എല്ലായിടത്തും 4 വശത്തു നിന്നും ഇങ്ങനത്തെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവസ്വരൂപത്തിലേക്ക് നയിക്കപ്പെടണമെന്നുള്ളതാണ്. കർത്താവ് എങ്ങനെ പൂർണ്ണനായി തീർന്നത്? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. കർത്താവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് 1 പത്രോസിലാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം 10 മുതലേ, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്ന അവരുടെ ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. കഷ്ടങ്ങളിലൂടെ വരുന്ന ഒരു മഹിമയുണ്ട്, ഒരു തേജസ്സുണ്ട്. നമ്മളും ഇങ്ങനെ വിവിധ കഷ്ടങ്ങളിലൂടെ നമ്മളുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സഹോദരന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ ശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. ഈ പരീക്ഷകളെ സന്തോഷം എന്നെണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അകമേയുള്ളവൻ പുതുക്കം പ്രാപിക്കും, ശക്തി പ്രാപിക്കും. പുറമേയുള്ളവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. നമ്മുടെ സ്വന്തം ശക്തി ഇല്ലാതായി തീരും തോറുവേ ദൈവിക ശക്തി നമ്മളിൽ വളരത്തുള്ളൂ. അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെയാണ് അത് നടക്കുന്നത്. കഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? എല്ലാ കഷ്ടങ്ങളും ഉണ്ട്. ചിലപ്പോൾ രോഗത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടാറുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടത്തിവിടാറുണ്ട്, ബന്ധുമിത്രാദികളുടെ ശത്രുതയ്ക്ക് നമ്മൾ പാത്രഭൂതരായി തീരാറുണ്ട്, ഇല്ലേ, കുടുംബജീവിതത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. ഈ ഞെരുക്കങ്ങളുടെ എല്ലാം പിമ്പുള്ള ഉദ്ദേശം എന്താ? യോബ് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമുക്കറിയാം, പൊന്നിനെ ശുദ്ധീകരിക്കുന്നത് തീയിലൂടെയാണ്, ഇല്ലേ. വീണ്ടും 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 തീയിലൂടെ കടത്തി വിടുന്നതോറും എന്താ സംഭവിക്കുക? കൂടുതൽ തിളക്കം, ഇല്ലേ, അതിൻ്റെ ഗുണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ അകത്തെ മനുഷ്യൻ്റെ തേജസ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നേരെ മറിച്ച് നമ്മൾ ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം നമ്മൾ കഠിനപ്പെടുകയും പരാതി പറയുകയൊക്കെ ചെയ്യുകയാണല്ലോ, നമ്മുടെ അകത്തെ മനുഷ്യൻ ആ തേജസ് പ്രാപിക്കത്തില്ല. ഈ കഷ്ടങ്ങളിലൂടെ മാത്രമേ നമ്മുടെ പുറമേയുള്ളവൻ ക്ഷയിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ആദാമീ ശക്തി അത് ക്ഷയിക്കണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെ ദൈവം നമ്മളെ കടത്തി വിടണം. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയും നന്ദിയുള്ളവരായിരിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നിടത്താണ് നമ്മുടെ അകമയുള്ളവൻ്റെ തേജസ് വർദ്ധിച്ചു വരുന്നതിനിടയായി തീരുന്നത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്നുള്ളത്. നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? റോമർ 8-ന്റെ 27, 28, 29 വായിക്കുമ്പോൾ നമ്മളെന്താ വായിക്കുന്നത്? നമ്മളെന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരാൻ, അല്ലെ പങ്കാളിയായിത്തീരാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ. കർത്താവിൻ്റെ സ്വരൂപം എന്തായിരുന്നു? കർത്താവിൽ നമ്മളെ ആകർഷിച്ച ഘടകം എന്താ? നമ്മൾ പാടാറുണ്ടല്ലോ, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ. കർത്താവിൻ്റെ ഏത് സൗന്ദര്യമാണ് നമ്മളെ കർത്താവിലേക്ക് ആകർഷിച്ചത്? കർത്താവിൻ്റെ സ്നേഹം, ഇല്ലേ. പാപിയായിരുന്ന എന്നെ സ്നേഹിച്ച ആ സ്നേഹം,
ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടും നിന്ദിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എന്നെ സ്നേഹിച്ചു. ആ സൗന്ദര്യം നമ്മളെ ആകർഷിച്ച്, ആത്മാവിൻ്റെ ആകർഷണം. നമ്മൾ പലപ്പോഴും ഈ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തർത്ഥമാക്കിയാണ് പാടുന്നത്? ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യം നമ്മൾ കാണുന്നത്. പാതാളത്തിനും നരകത്തിനും മാത്രം യോഗ്യനായ എന്നെ തേടി വന്ന്, അല്ലേ, നമ്മൾ പാടുന്ന പോലെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ ആന്ന് കിടന്ന് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കരയിൽ നിന്നുകൊണ്ട് കയറിട്ട് തരികയല്ലേ ചെയ്ത്. പിന്നെ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു, ആ ചെളിക്കുണ്ടിൽ ഇറങ്ങി വന്നു. നമ്മളെ അവിടുന്ന് കോരിയെടുത്ത് നമ്മൾ മാറോടെ അണച്ചു, നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മക്കളും അവകാശി. ആ സൗന്ദര്യമാണ് നമ്മളെ ആകർഷിക്കുന്നത്, ആ സ്വഭാവം. അത് കണ്ടിട്ടാണ് ഞാൻ കർത്താവിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് തുടങ്ങുന്നത്. ആ സ്വഭാവത്തിനോട് നമ്മളെ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അങ്ങനെ പാപത്തിൻ്റെ ചെളിക്കുണ്ടി കിടക്കുന്നവരോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? കർത്താവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? കർത്താവ് കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് ഒരു വേശ്യ സ്ത്രീ, ഇല്ലേ, കർത്താവിൻ്റെ കാല് കണ്ണീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുവർത്തി കർത്താവിൻ്റെ പാദത്തിൽ ചുംബിച്ചു. കണ്ടു എന്ന് പറയാം. ശിമോൻ എന്താ പറഞ്ഞേ? ഇവൻ യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ ഈ തന്നെ തൊടുന്ന ആരെന്ന് അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ പാപിനിയായ സ്ത്രീയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഹൃദയം മുഴുവൻ എന്താ ഉണ്ടായിരുന്നത്? സ്നേഹം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളാണെങ്കിലോ നമ്മളൊരു 10 അടി മാറി നിൽക്കും, അല്ലേ? അങ്ങനെ ഒരാളോടുള്ള ബന്ധം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാവരും ഒക്കെ കാണുന്ന സമയത്താണ്, ആരും കാണാത്തപ്പോഴൊക്കെയാണ് ചിലപ്പോൾ അടുത്തില്ലല്ലോ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നിരിക്കും. പക്ഷേ ഒരു സമൂഹം നോക്കി നിൽക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ മാറ്റി സൂക്ഷിക്കും. അയ്യോ, എൻ്റെ പേര് സൽപ്പേരിന് കളങ്കം പറ്റും. പക്ഷെ കർത്താവിൻ്റെ ആ സ്നേഹം തേടി വന്ന് നമ്മൾ നിൻ സ്നേഹം ഈ പാവിയിൽ മുമ്പൻ എന്നെയും തേടി വന്നു നമ്മൾ പാടാറുണ്ട്. ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യത്തോടാണ് നമ്മളും അനുഭവപ്പെടേണ്ടത്. നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മളൊരു കുറച്ച് വചനത്തിൻ്റെ അറിവിൽ പ്രശംസിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ടാണോ? ഞാൻ കാണുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രധാന പ്രശ്നം അതാ. നമുക്ക് വചനം അറിയാം, പക്ഷേ ആ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല. ഏറ്റവും കൂടുതൽ വചനം അറിയാവുന്ന ഒരാളെ പറയാമോ? സാത്താൻ. പക്ഷേ ഈ വചനം മുഴുവൻ അറിഞ്ഞിട്ട് സാത്താൻ എന്താ മെച്ചമുള്ളത്? അവനൊരു മാറ്റവും വരുന്നില്ലെന്ന് മാത്രമല്ല, അവൻ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക. അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് തീമോഥെയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞിട്ടെന്താ പറയുന്നത്? അവർ മേൽക്കുമേൽ ദോഷത്തിൽ വചനം മുഴുവൻ അറിയാം, പക്ഷെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കുക. ഇതാ വഞ്ചന. ഇതാ ഞാൻ പറഞ്ഞ പിത്തശൂല് പിടിച്ച കൊച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. ഇഷ്ടം പോലെ തിന്നുന്നുണ്ട്, പക്ഷെ എഴുന്നേറ്റിരിക്കാനുള്ള ആരോഗ്യമില്ല. ആത്മീയമായിട്ട് വചനമെല്ലാം അറിയാം, പക്ഷേ ഒരു ചെറിയ പ്രകോപനത്തിന് മുമ്പിൽ നമ്മൾ പൊട്ടിത്തെറിക്കും, കയ്പുള്ളവരാകും, വിറക്കും, പകിക്കും, ഇല്ലേ? ചിലർ കൈ കിട്ടുന്നെടുത്തിട്ട് ഓടുകയും ചെയ്യും. പക്ഷേ പറച്ചിലെന്താ ഉള്ളത്? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ചൊന്നല്ല പറയുന്നത്, നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിത ശോധന ചെയ്ത് നോക്കിയേ. നമ്മുടെ കുടുംബജീവിതത്തിൽ, സൗരസ്വരന്മാരുടെ ബന്ധത്തിൽ, സമൂഹ ജീവിതത്തിൽ ആർക്കെങ്കിലും ഈ തേജസ് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിൽ നിന്ന് ക്ഷമ കാണാൻ പറ്റുന്നുണ്ടോ? കരുണ കാണാൻ പറ്റുന്നുണ്ടോ? കരുണ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് ചോദിക്കുക, എങ്ങനെയാ സഹോദരനെക്കുറിച്ചുള്ള അഭിപ്രായം? കുറച്ച് നേരം ആലോചിച്ചിട്ട് ഞെരുങ്ങിയും മൂളിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? ശരിക്കും എന്താ പറയേണ്ടത്? സ്നേഹമുള്ള, കരുണയുള്ള, ക്ഷമിക്കുന്ന, ദോഷം കണക്കിടാത്ത ഒരാളാണെന്നാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടില്ല. ഇപ്പം ഭാര്യമാരുള്ള ബന്ധത്തിൽ ഭർത്താവിനോട് ചോദിക്കുമ്പോഴോ ഇല്ല, പ്രാഥമികമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? സഹോദരൻ്റെ ഭാര്യ സഹോദരനെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ നേരം ആലോചിച്ചിട്ട് അത് കാണുമ്പോഴേ അറിയാൻ സംഗതി ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും? ഉണ്ട്. എന്നെ
എന്നോട് നല്ല ഭയമുണ്ട്, എന്നോട് ബഹുമാനമുണ്ട്, അനുസരണമുണ്ട്, കീഴടക്കം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? അത് കുറേ നേരം ആലോചിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ദൈവജനത്തെക്കുറിച്ചുള്ള അറിവ് യഥാർത്ഥം നമ്മളെ കർത്താവിലേക്കാണ് നടത്തേണ്ടത്. ആ കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുഭവപ്പെടുമ്പം നമ്മുടെ സ്വഭാവത്തിനാണ് വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസമാണ് മറ്റുള്ളൊരു വെളിച്ചമായിട്ട് കാണുന്നത്. കർത്താവ് അതായിരുന്നു, കർത്താവിൽ ആ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മുടെ വെളിച്ചത്തെ വളരെ പെട്ടെന്ന് ഇരുളിന് കീഴ്പ്പെടുത്താൻ പറ്റും. നമ്മുടെ സ്നേഹമാകുന്ന വെളിച്ചമൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഭാര്യയുടെ കറുത്ത മുഖം കാണുന്ന ഉടനെ നമുക്ക് കലി വരുന്നു. വെളിച്ചം എന്തായി തീർന്നു? ഇരുളായി തീർന്നു. അല്ലേ? ഇരുട്ടെന്ത് ചെയ്തു? വെളിച്ചത്തെ കീഴടക്കി. പക്ഷെ കർത്താവിനുള്ള ജീവനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അവൻ ജീവനുണ്ടായിരുന്നു, ജീവൻ പക്ഷെ വെളിച്ചമായിരുന്നു. ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് പറഞ്ഞ് ചുറ്റുപാടുള്ളവരെല്ലാം കർത്താവിനെ കുറ്റപ്പെടുത്തുമ്പം, നിന്ദിക്കുമ്പം, അപമാനിക്കുമ്പം കർത്താവിൽ നിന്ന് വന്ന പ്രതികരണം എന്തായിരുന്നു? പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ആ ഇരുളിന് കർത്താവിലുള്ള വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നൊരു വെളിച്ചമുണ്ടെന്ന് ചിന്തിക്കുകയും ഇരുള് പെട്ടെന്ന് നമ്മളെ കീഴടക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സുബോധമുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ യഥാർത്ഥം നമ്മളെ തന്നെ കാണാൻ തുടങ്ങുമ്പം നമ്മൾ കോരിന്ത്യനിൽ വായിച്ചതുപോലെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? ഒരു ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. ശരിക്കും നമ്മൾ ഈ സത്യ വെളിച്ചം കാണാൻ തുടങ്ങുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ആ നിലയിലോട്ട് വരും. നമ്മൾ താഴ്മയുടെ വഴിയിൽ നടക്കാൻ തുടങ്ങും. ഈ വിശുദ്ധന്മാരിൽ ഞാൻ ഏറ്റവും, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായ. അതേസമയം ഈ വെളിച്ചം ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? നമ്മളിങ്ങനെ ചർച്ചയിൽ വന്നിരുന്ന സൗരസ്വരന്മാരെയൊക്കെ നോക്കിയിട്ട്, ഇവരെക്കാളൊക്കെ ഞാനാണ് വിശുദ്ധൻ. അല്ലെ, ഭാര്യയെ നോക്കിയിട്ട് പറയും, അവളവിടെ കിടക്കുന്നു, ഞാനിവിടെ കിടക്കുന്നു, ഞാനെന്ത് വിശുദ്ധനാണെന്നറിയാം. അല്ലെ, തിരിച്ചു പറയും. അല്ലേ, സൗരന്മാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിക്കും, വലിയ പ്രാസംഗികയൊക്കെയാണ് സഭയിൽ നിന്ന്, പക്ഷേ വിശുദ്ധിയൊന്നുമില്ല, ഞാൻ ആ പുള്ളിയേക്കാളൊക്കെ എത്രയോ മെച്ചമാണ്. അതിൻ്റെ കാരണം ഇതുവരെ നമ്മുടെ ആന്തരിക കണ്ണ് തുറന്ന യഥാർത്ഥ സത്യത്തെ കാണാൻ തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ യാഥാർത്ഥ്യം കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? താഴ്ന്ന അഭിപ്രായങ്ങളായിരിക്കും. നമ്മളെ ആരെങ്കിലും വിളിക്കുമ്പം നമ്മൾ പറയും, എൻ്റെ കർത്താവേ, യഥാർത്ഥത്തിൽ ഞാൻ ഇരുളാ കർത്താവ്, ഇതൊരു വെളിച്ചമായിരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ താഴ്മയെ പ്രശംസിക്കുമ്പോൾ നമ്മൾ ആന്തരികമായിട്ട് എന്ത് പറയും? കർത്താവേ, എൻ്റെ ഉള്ളിൽ ഇതുവരെ യഥാർത്ഥ താഴ്മ കടന്നു വന്നിട്ടില്ല, ഞാൻ ഇന്നും നിഗളിയും മത്സരിയൊക്കെയാണ്. ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നിടത്താണ് നമ്മൾ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങുന്നത്. അതില്ലാത്തിടത്തോളം കാലം നമ്മൾ ആത്മീയമായിട്ടൊരു മരണാവസ്ഥയിൽ തന്നെയായിരിക്കും, ഒരു വഞ്ചനയിലാണ് ജീവിക്കുന്നത്. ദൈവം ഈ ഒരു കാര്യമാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ. ഈ ഒരു നമ്മളെക്കുറിച്ച് തന്നെയുള്ള യാഥാർത്ഥ്യം നമ്മളെ കാണിച്ചിട്ട് നമ്മളെവിടെ ചെല്ലണം? കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. എന്താ നമ്മൾ എന്തുമായിട്ടാണ് ചെല്ലുന്നത്? കർത്താവേ, നീ എന്നോട് കരുണ തോന്നണം, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ വിടുവിക്കണം, എന്നെ ശുദ്ധീകരിക്കണം, എന്നെ നിൻ്റെ സ്വഭാവമുള്ളവനാക്കി തീർക്കണം. നമുക്ക് ആ ഒരു സത്യം കണ്ടെത്തി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാം. അങ്ങനെയുള്ളവരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുക, എൻ്റെ അടുക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. താഴ്മയുടെ വഴിയിൽ തങ്ങളെക്കുറിച്ച് തന്നെ താഴ്ത്തി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവരെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പക്ഷെ ദൈവനും പറയുന്നു, ഉന്നത ചിന്തയും നിങ്ങളുള്ളവനെ എൻ്റെ ഹൃദയം വെറുക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യും, നമ്മളെവിടെ നിൽക്കുന്നു? നമ്മൾ ഈ താഴ്മയുടെ വഴിയിലേക്ക് വരുന്നുണ്ടോ, അതോ ഇന്നും ഉന്നത ചിന്തകളും നികളവും ഒക്കെ ഉള്ളവരായിട്ടാണ് നമ്മളായിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരാളോട് ദൈവം എതിർത്ത് നിൽക്കുക ചെയ്യുന്നത്. പക്ഷെ താഴ്മയുള്ള, നമ്മളെക്കുറിച്ച് തന്നെ താഴ്ന്ന ചിന്തയുള്ള, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് യഥാർത്ഥ ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്ത് ചെയ്യും? അടുത്ത് വരും. സുരക്ഷന്മാരെ, നമുക്ക് ഈ തലത്തിൽ ദൈവനത്തെ ഗ്രഹിച്ച് കർത്താവിലേക്ക് ചെല്ലാം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.